ഹലോ സാർ, ഇത് വോഡഫോൺ കസ്റ്റമർ കെയറിനെ വിളിക്കുന്ന താങ്കളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നതിന് ദയവായി ക്ഷമിക്കുക. ഓക്കെ സാർ, എനിക്ക് മുമ്പ് ഒരു മിസ്റ്റേക്ക് പറ്റി. സാർ, അത് 56 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണ്. അത് ഫ്ലെക്സി റീചാർജ് ചെയ്യുമ്പോൾ പ്രത്യേകം പറയണം, STV റീചാർജ് പ്രത്യേകം പറയണം. STV സോറി, STV റീചാർജ് 56 രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ താങ്കൾ ഓഫറിനും വ്യത്യാസമുണ്ട് സാർ. പറയൂ. ഒരു 500 മിനിറ്റ് ലോക്കൽ ആൻഡ് നാഷണൽ ലോക്കൽ വോഡാഫോൺ ടു വോഡാഫോൺ ഫ്രീ ആണ്. അതുപോലെ തന്നെ 1000 SMS ഫ്രീ ആണ്. അതെന്ന് പറഞ്ഞാൽ ലോക്കലാണ്, ലോക്കൽ വോഡാഫോൺ ടു വോഡാഫോൺ. അതുപോലെ തന്നെ STD 500 മെസ്സേജ് വോഡാഫോൺ ടു വോഡാഫോൺ. അതുപോലെ തന്നെ മറ്റ് നെറ്റ്വർക്കിലേക്ക് 100 SMS മാത്രമേ ഉള്ളൂ ഫ്രീ. അതുപോലെ തന്നെ പിന്നെ എന്തോ ഒരു കോളർ ടൂൺ ഓഫറും കൂടി ഉണ്ടെന്ന് തോന്നുന്നു 10 ദിവസത്തേക്ക്. അതെന്ന് പറയുമ്പോൾ താങ്കൾ റീചാർജ് ചെയ്യുന്ന ആ സ്റ്റോറിൽ പറയണം എനിക്ക് ഏത് പാട്ടാ വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടെ ടൈപ്പ് ചെയ്ത് അയക്കാൻ. അതാണ് STV റീചാർജ് എന്ന് പറയുന്നത്. അത് സ്പെഷ്യൽ ഓഫറിന് മാത്രമായിട്ടുള്ളതാണ്. അപ്പൊ താങ്കൾ ആ കടയിൽ പറയണം ഏത് പാട്ടാണ്. ഇപ്പൊ താങ്കൾ എന്നോടൊന്ന് പറഞ്ഞു നോക്ക്, താങ്കൾക്ക് ഏത് പാട്ടാ വേണമെന്ന്, അല്ലെങ്കിൽ ആദ്യത്തെ 4 വരി പറഞ്ഞാലും മതി. താങ്കളിപ്പം പറയണം ആദ്യത്തെ 4 വരി, എന്നാലും എനിക്കിവിടെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബോഡി ഗാർഡിലെ എന്താ സാർ? ബോഡി ഗാർഡ് സാർ സാറൊന്ന് പാടുമോ സാർ? അതെന്താ വെച്ചാൽ കമ്പ്യൂട്ടറിലാണ് അത് ഫീഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ കോൾ റെക്കോർഡ് ചെയ്യുമല്ലോ, അന്നേരം കമ്പ്യൂട്ടർ തന്നെയാണ് പറയുന്നത്. ആദ്യത്തെ 4 വരി ഒന്ന് പാടുമോ? അരികത്തായോ പാടുന്നുണ്ടോ അതോ എന്റെ മനസ്സാണോ? ഓക്കെ സാർ. ഓക്കെ സാർ, അതുപോലെ തന്നെ താങ്കളുടെ 4 മണി, അതുപോലെ തന്നെ താങ്കളുടെ പ്രൂഫ് വെരിഫിക്കേഷൻ ഉണ്ട് സാർ. താങ്കളുടെ പ്രൂഫ് ഒന്ന് പറയുമോ? പ്രൂഫ് എന്ന് വെച്ചാൽ ഇത് ആരുടെ പേരിലാണ് ഈ സിം എടുത്തിരിക്കുന്നത്, എത്ര ദിവസം? ആരുടെയാണ്? അനീഷ് KU. ഓക്കെ, KU ഇനിഷ്യൽ ആണോ? ഓക്കെ, ഇത് പത്തനംതിട്ട എന്ന് പറഞ്ഞല്ലേ? പത്തനംതിട്ട. ഇത് എവിടെ സ്ഥലം? നാരങ്ങാണ്. പിൻകോഡ് എന്ന് പറഞ്ഞു സാർ? 689642. വൺസ് മോർ. 689642. ഓക്കെ, നാരങ്ങാണോ അല്ലേ? ഓക്കെ, അതുകൊണ്ട് താങ്കൾക്ക് വോഡാഫോണിനെ പറ്റി എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? വോഡാഫോണെ പറ്റി എന്തെങ്കിലും ഫീഡ്ബാക്ക്, എന്തെങ്കിലും തെറ്റോ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഓഫർ പുതിയതായിട്ട്? ഞാനിപ്പോ 2 ദിവസം മുമ്പ് ഞാൻ റിംഗ്ടോൺ ആക്ടിവേറ്റ് കൊടുത്തായിരുന്നു. 7 രൂപ മേടിച്ചായിരുന്നു. താങ്കളുടെ 7 രൂപ ഡിഡക്റ്റ് ആയിട്ട് പോലും റിംഗ് ടോൺ ആക്ടിവേറ്റ് ആയിട്ടില്ല? ഇല്ല. ഏത് പാട്ടായിരുന്നു സാർ ആണെങ്കിൽ പറഞ്ഞത്? അത് നീ മുമ്പേ പാടി തന്നെ, അരികത്തായോ ബോഡി ഗാർഡില്. ആ പാട്ട് പറഞ്ഞായിരുന്നു അല്ലേ? ഞാൻ SMS വന്നപ്പോ അയച്ചു കൊടുത്തായിരുന്നു. റിപ്ലൈ കൊടുത്ത് അവരെ അയക്കാവുന്ന പെട്ടെന്ന് അയക്കാന്ന് പറഞ്ഞു. പിന്നെ കസ്റ്റമർ കെയറെ വിളിച്ച് കംപ്ലൈന്റും പറഞ്ഞു. ഡേറ്റ് വന്നത് കഴിഞ്ഞു. ഇല്ലായിരുന്നു ഡേറ്റ് കഴിഞ്ഞത്. ഓക്കെ, ദയവായി ക്ഷമിക്കും സാർ. അത് സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് അതോ എന്തെങ്കിലും ഓഫേഴ്സിന് എന്തെങ്കിലും ഡെവലപ്മെന്റ് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും? പൈസ കിട്ടാനോ അല്ലെങ്കിൽ ഓട്ടം കിട്ടാനോ വല്ല വഴിയുണ്ടോ? എന്താണ് സാർ? റിംഗ് ടോൺ കിട്ടാനോ അല്ലെങ്കിൽ ആ കിട്ടിയ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനോ വല്ല വഴിയുണ്ടോ? ഓക്കെ സാർ, താങ്കൾ ഫോൺ ഒരു 2 മണിക്കൂർ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ആ പൈസ റീഫണ്ട് ചെയ്തേക്കാം. അപ്പൊ ഈ 2 മണിക്കൂർ താങ്കൾ ഫോൺ സ്വിച്ച് ഓഫ് ഫോൺ ഓൺ ചെയ്യരുത്. സ്വിച്ച് ഓഫ് ചെയ്തതിന് വെക്കണം. ഇപ്പം തൊട്ട് ഒരു 2 മണിക്കൂർ ഈ കോൾ കട്ട് ചെയ്തതിനു ശേഷം 2 മണിക്കൂർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓൺ ആക്കുക. അപ്പോൾ താങ്കളുടെ അക്കൗണ്ടിൽ ബാലൻസ് വരും. അഥവാ വന്നില്ലെങ്കിൽ ഞാൻ നാളെ ഈ സമയത്ത് വിളിക്കാം. ഓക്കെ, അന്നേരം എന്നോട് പറഞ്ഞാൽ മതി.
ഓക്കെ ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ താങ്കൾക്ക് ഓഫീസിൽ ഡെവലപ്മെന്റ് ചെയ്യണമെന്ന് വല്ല അഭിപ്രായമുണ്ടോ? ഇല്ല ഇല്ല. എന്താണ് സാർ? ഇല്ല ഇല്ല. താങ്കൾ എവിടെയെങ്കിലും ജോബ് ചെയ്യുവാണോ അതോ എന്തെങ്കിലും പഠിക്കുവാണോ? ഞാൻ പഠിച്ചോണ്ടിരിക്കുക. സാർ അപ്പോൾ സ്റ്റുഡൻസിന് സാർ എന്താണ് പഠിക്കുന്നത്? ഞാൻ പ്ലസ് ടു ഏത് ബാച്ചാണ് സാർ? കൊമേഴ്സ്. സാർ കൊമേഴ്സ്. സാർ ഇവിടെ വേക്കൻസി ഉണ്ട് സാർ. സാർ ബികോം കഴിഞ്ഞിട്ട് എന്തെടുക്കാനാണ് താങ്കൾക്ക് താല്പര്യം? ബികോം കഴിഞ്ഞ് CA അല്ലെങ്കിൽ MBA പോകാനാ. സാർ താങ്കൾക്കാണെങ്കിൽ കസ്റ്റമർ കെയറിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോ അന്നേരത്തെ. അല്ല സാർ, ഇവിടെ ഒത്തിരി വേക്കൻസി അവൈലബിൾ ആണ്. ഇപ്പൊ താങ്കളെ പോലുള്ള നല്ല സൗണ്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ വേക്കൻസി ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ സാറിനെ? വേണ്ട വേണ്ട. ഞാൻ അടുത്ത കഴിഞ്ഞിട്ട് നോക്കാം. അല്ല, താങ്കൾക്ക് പാർട്ട് ടൈം ജോലിയായിട്ടും ചെയ്യാം. ഓക്കെ കേൾക്കാം. ഇതുപോലെ നല്ല വോയിസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ജോബിന് നല്ലതായിട്ട് ചേരുന്നതാണ്. അതുപോലെ താങ്കളുടെ ബിഹേവിയർ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്കൾ വളരെ മാന്യമായ ഒരു വ്യക്തിയാണ്. താങ്ക് യു. അത് ഓഫീസിലൊന്നും താങ്കൾക്ക് വ്യത്യാസം വരുത്താനൊന്നും ഫീഡ്ബാക്ക് ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ സാർ. ഓക്കെ സാർ, ഹാവ് എ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.